കാനായിലെ കല്യാണ വീട്ടിലെ പ്രതിസന്ധിയിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അവരോടൊപ്പം പങ്കുചേർന്ന് തൻ്റെ തിരുക്കുമാരൻ വഴി അവർക്ക് ആശ്വാസമായി മാറിയ പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും ആശ്രയവുമായി കടന്നുവരുന്ന അനേകം അനുഭവങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയിൽ ആഴമായി ആശ്രയിക്കുന്ന ജീവിതങ്ങളെ അമ്മ അത്ഭുതകരമായി വഴി നടത്തിയിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് ചങ്ങനാശ്ശേരി അതിരൂപത മാമ്മൂട് ലൂർദ് മാതാ ഇടവകാംഗമായ കുരിശുമൂട്ടിൽ ജോസഫ് തോമസ് എന്ന ജോസഫ് കുട്ടിക്ക് പറയാനുള്ളത്. രാത്രിയുടെ യാമങ്ങളൊക്കെയും ഉണർന്നിരുന്ന ജപമാലയിലെന്ന അമ്മച്ചിയുടെ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. അതാണ് പരിശുദ്ധ അമ്മയിലേക്ക് കുഞ്ഞുനാൾ മുതൽ എന്നെ ആകർഷിക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള അടുത്ത ജീവിതത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്തുവാനും കാരണമായത്. എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സാമ്പത്തികവും പൊതുവായ ആത്മീയതയും എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിലേക്കും പരിശുദ്ധ അമ്മ ഇടപെട്ട വഴികൾ. രണ്ടാമത്തെ മകൻ ജോബ് കൊടിയ ദാരിദ്ര്യത്തിലാണ് അവൻ ജനിക്കുന്നത്. ഒരു നേരം പോലും ശരിയായ ഭക്ഷണം കഴിക്കുവാൻ ഇല്ലാഞ്ഞ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ അവനെ ജോബെന്ന് വിളിച്ചു. സാമ്പത്തികമായ മേഖലയിലാണ് പരിശുദ്ധയമ്മ ഏറെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വളരെയേറെ ലക്ഷം രൂപയുടെ കടബാധ്യതയിലേക്ക്, സാമ്പത്തിക തകർച്ചകളിലേക്ക്, ബിസിനസ്സിൻ്റെ മേഖലയുടെ തകർച്ചകളിലേക്കൊക്കെ, അതിലൂടെയൊക്കെ സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കപ്പെട്ട അവസ്ഥയിൽ വസ്തു വിറ്റ് കിട്ടി കടം വീട്ടുവാൻ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി. പക്ഷേ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടി ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ തീറ്റിപ്പോറ്റിക്കൊണ്ട് പോകുന്ന വലിയൊരു അനുഭവം, അത് വലിയ സ്നേഹത്തിൻ്റെ നീർച്ചാല് പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരുന്ന് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇന്നും സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എനിക്കൊരു 1000 രൂപയുടെ അത്യാവശ്യമുണ്ടായി. അപ്പോഴേക്ക് മനസ്സിലേക്ക് ഒരു വ്യക്തിയുടെ രൂപം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഞാൻ വേഗം ഒരു ആത്മീയ സുഹൃത്തായിരുന്നു. ആത്മീയ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അദ്ദേഹം വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്നെ പ്രതീക്ഷിച്ച്. എന്നെ കണ്ട ഉടനെ പ്രൈസ്തലോട് പറഞ്ഞു, 1000 രൂപ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് പറഞ്ഞു, മാതാവ് പറഞ്ഞു എൻ്റെ മകൻ വരുന്നുണ്ട്, അവന് നീ 1000 രൂപ കൊടുത്തു വിടണം. എന്തിനും ഏതിനും ആദ്യം പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ അമ്മ അതിശയകരമായ ഇടപെടലുകൾ നടത്തും എന്നതിൻ്റെ തെളിവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമ്മൂട് ലൂർദ് മാതാ ഇടവകാംഗമായ കുരിശുമൂട്ടിൽ ജോസഫ് കുട്ടിയുടെ ജീവിതം. മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച മാതൃഭക്തി കെടാതെ സൂക്ഷിച്ച് നിരന്തരം മാതാവിലൂടെ ഈശോയിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ സ്വന്തമാക്കിയ ജീവിതം. തന്നിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെ ആവശ്യങ്ങളിലും സഹായമായി കടന്നുവരുന്ന ഒരമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ അമ്മയെ നാം സ്വന്തം അമ്മയായി സ്നേഹിക്കുമ്പോൾ നിസ്സാരമെന്ന് നാം കരുതുന്ന ചെറിയ ആഗ്രഹങ്ങൾ പോലും അമ്മ നമുക്ക് നടത്തിത്തരും എന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഒരിക്കലും ഞാനൊരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒരു 18 വർഷക്കാലം ധാരാളം ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു സഹോദരിക്ക് അബുദാബിക്ക് പോകണം. 9 മാസത്തേക്കാണ്. വീസ ശരിയാകുന്നില്ല. പ്രാർത്ഥിച്ചു, ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. അങ്ങനെ വീസ ശരിയായി പോയി കഴിഞ്ഞ് വന്നിട്ട് ഒരു 10-12 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ വീണ്ടും ചെന്നു. അപ്പോൾ അവർക്ക് മറ്റെന്തോ ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ അബുദാബി ചെന്നപ്പോൾ ജോസഫ് കൂട്ടക്കാർ അവിടെ എല്ലാവരോടും പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 60 കിലോ ചോക്ലേറ്റ് കൊണ്ടുവന്നു.
ഒത്തിരി പേർക്ക് പലർക്കും ഞങ്ങൾ കൊടുത്ത് വിതരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരമെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലും പോന്നു. തിരിച്ച് വീട്ടിലോട്ട് പോന്നു കഴിഞ്ഞ് വീടെടുക്കാറായപ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നു. തെറ്റാണെന്ന് എനിക്കറിയാം. അത്രയും ചോക്ലേറ്റ് കൊണ്ടുവന്നല്ലോ, എൻ്റെ കാര്യം അവിടെ എല്ലാവരോടും ചെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഒരെണ്ണം എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ തന്നില്ലല്ലോ എന്ന് ഞാൻ തന്നെ എന്നോടിങ്ങനെ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന പരിശുദ്ധമ്മയോട് പറഞ്ഞു, അമ്മയെ മാപ്പ് തരണം, ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല, അറിയാതെ ആഗ്രഹിച്ചു പോയതാണ്. നേരം വെളുത്തൊരു 11 മണിയായി. ആദ്യമായിട്ടൊരു സഹോദരൻ വീട്ടിൽ വരികയാണ്. അദ്ദേഹം ദുബായിലാണ്. എന്നോട് പറഞ്ഞു, ഒരു സുഹൃത്ത് എനിക്ക് ബ്രദറിൻ്റെ നമ്പർ തന്നതാണ്, അതനുസരിച്ചാണ് ഞാൻ വിളിച്ചതും ഇപ്പം വന്നതും. അദ്ദേഹം വന്ന കാര്യങ്ങൾ അതിനോട് പങ്കുവെച്ചു, പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് 2.5 കിലോ ചോക്ലേറ്റ് പരിശുദ്ധയമ്മയ്ക്ക് നന്ദി പറയുകയാണമ്മേ. ജീവിതയാത്രയിൽ രോഗത്തിൻ്റെയും പാപത്തിൻ്റെയും മേഖലകളിൽ ജപമാലയിലൂടെ ആശ്വാസവും സംരക്ഷണവും കണ്ടെത്താനായി എന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു. തൻ്റെയും കുടുംബത്തിൻ്റെയും ദൈനംദിന കാര്യങ്ങൾ പോലും പരിശുദ്ധ അമ്മ നടത്തിക്കൊണ്ടു പോകുന്ന പച്ചയായ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒരിക്കലും എൻ്റെ ഒരു 12 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ വലിയൊരു കൊക്കയുടെ തിട്ടയിൽ നിൽക്കുകയാണ്. ഒരു സ്വപ്നം കാണുകയാണ് ഞാൻ. എന്നിട്ട് ആ പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നീ മരിച്ചാൽ നിത്യതയിൽ എത്തിച്ചേരുമോ? ആകയാൽ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നു മുതൽ ജീവിക്കുവാൻ നീ തയ്യാറാകണം. നീ ഒരിക്കലും സമ്പന്നനാകുകയില്ല. നിൻ്റെ പുറകെ എന്നും ദാരിദ്ര്യമുണ്ടായിരിക്കും. എന്നാൽ ഞാനും എൻ്റെ മകനും നിനക്ക് എപ്പോഴും കൂട്ടായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ നിരന്തരമായ രോഗങ്ങൾ അലട്ടിയപ്പോൾ പ്രാർത്ഥനയിലൂടെ തന്നെ രോഗത്തിൻ്റെ പല മേഖലകളിൽ നിന്നും കർത്താവ് സംരക്ഷണം നൽകി. തിന്മയുടെ പാപത്തിൻ്റെ തന്നെ പല മേഖലകളിൽ നിന്ന് ജപമാലയിലൂടെ ഞങ്ങൾക്ക് സംരക്ഷണവും സമാധാനവും ഞങ്ങൾക്ക് നൽകി. കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ വലിയ മിടുക്കന്മാരൊന്നുമല്ല, എങ്കിലും പരിശുദ്ധയമ്മ വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങളെയും ഇന്നുവരെയും അവരുടെ ജീവിതത്തിൽ പരിപാലിക്കുകയാണ്. അതുപോലെ പരിശുദ്ധയമ്മ ഒരിക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ കഞ്ഞി വെക്കുവാൻ, ചോറ് വെക്കുവാൻ അരിയില്ലാത്തൊരവസ്ഥയുണ്ടായി. കൈ പൈസയില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ കുഞ്ഞുങ്ങൾ കൂടി ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ അവിടം വരെ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞു. വന്നത് ഒരു കരിയുമായിട്ടാണ്. ഒരു ഈസ്റ്റർ, ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്, ഒരു ഈസ്റ്ററിൻ്റെ സംഭവം. അന്ന് എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുവാൻ തിടുക്കത്തിലാണ്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്നോട് പിള്ളേർ ചോദിക്കുന്നുണ്ട്, ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ലേ പപ്പ? അതുപോലെ തന്നെ ഒരു 3 മണിയായപ്പോൾ ഒരാളെന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ 2 പേർ അവിടം വരെ വരികയാണ്, വീട്ടിലോട്ട് വരികയാണ്, വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരുക. അവർ വന്നത് ഈസ്റ്ററിന് വേണ്ട സകല സാധന സാമഗ്രികളുമായിട്ടാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരോട് എല്ലാ കാര്യങ്ങളിലും, ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് കുറവുള്ള എല്ലാ മേഖലകളിലേക്കും സ്വർഗത്തിൻ്റെ വീഞ്ഞ് പകർന്നു തരുവാൻ ശ്രദ്ധാലുവാണ്. നിത്യരക്ഷ സ്വന്തമാക്കേണ്ടതിനാവശ്യമായ കാര്യം വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ മാത്രമേ നിനക്ക് ആന്തരിക വിശുദ്ധി നേടുവാൻ സാധിക്കുകയുള്ളൂവെന്ന് അത് ഒരിക്കലും സ്വപ്നത്തിൽ കൂടി പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തന്നു. നല്ലൊരു ഉറക്കത്തിൽ
എൻ്റെ ഹൃദയഭാവം ഞാൻ പൂർണ്ണമായും കണ്ടു. എന്നെ കാണിച്ചു പരിശുദ്ധ അമ്മ. നീ ഏറെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ആന്തരിക നിൻ്റെ ഹൃദയം വളരെയേറെ തിന്മയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടേക്ക് എൻ്റെ പുത്രൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തത്താൽ കഴുകപ്പെടുവാൻ നീ പ്രാർത്ഥിക്കണം. അതെനിക്ക് വളരെയേറെ ഒരു അർത്ഥവ്യാപ്തിയിലൂടെയാണ് എനിക്ക് അമ്മ പറഞ്ഞു തന്നതെങ്കിലും നേരം വെളുത്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നിസ്സഹായൻ്റെ ജപമാല പ്രാർത്ഥനയിൽ സഹായവുമായി അരികിലെത്തുന്ന മാതാവ് നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളും മനസ്സിൻ്റെ നൊമ്പരങ്ങളും മനസ്സിലാക്കി ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇടപെടുന്ന ജീവിത മുഹൂർത്തങ്ങൾ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്ന വഴികൾ തികച്ചും അത്ഭുതാവഹമാണ്. ഒരിക്കലും എൻ്റെ ഭാര്യ കുളത്തുവയിലൊരു ധ്യാനത്തിന് പോവുകയാണ്. പോയി കഴിഞ്ഞ് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഒരു ദിവസം ഗോതമ്പിൻ്റെ ഒറോട്ടി ഉണ്ടാക്കി, രണ്ടാം ദിവസം ഗോതമ്പിൻ്റെ ഉണ്ട ഉണ്ടാക്കി കൊടുത്തു. മൂന്നാം ദിവസം വൈകിട്ട് പിള്ളേരുടെ കൂടെ കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നാളെ രാവിലെ ഗോതമ്പ് കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അവർ പറഞ്ഞു, ഗോതമ്പ് മടുത്തു പാപ്പാന്ന് പറഞ്ഞു. ഞാൻ അവരെ പറഞ്ഞു, എന്തെങ്കിലും നല്ലതുണ്ടാക്കി തരാം, ഉറങ്ങിക്കോളാൻ പറഞ്ഞ് ഉറക്കി. അങ്ങനെ ഞാനും കൂടെ കിടന്ന് ചെറിയൊരു മയക്കത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും പരിശുദ്ധയാമ സ്വപ്നത്തിൽ കൂടെയാണ് എനിക്ക് കാണിച്ചു തരിക. ആ സമയത്ത് ഞാൻ നോക്കും, ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. ഒരു സ്ത്രീ എൻ്റെ അടുക്കളയിലേക്ക് വന്ന് കയറിയിട്ട് ഗോതമ്പ് പൊടിയെടുത്ത് സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് ഈ അപ്പം ഉണ്ടാക്കാൻ കപ്പി കുറുക്കുന്നത് പോലെ കുറുക്കി അത് ഈ ഗോതമ്പ് പൊടി പാത്രത്തിലിട്ടിട്ട് കുഴച്ച് ഈസ്റ്റ് വിട്ട് കുഴച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചതിൻ്റെ മുകളിലിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് മകനെ ഇതുപോലെ ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ എഴുന്നേറ്റ് അതുപോലെ തന്നെ ചെയ്ത് ഞാൻ. അപ്പോഴൊന്നും എനിക്ക് സ്വപ്നം കണ്ടതോ ഒന്നും ഓർമ്മയില്ല. ആരോ അടുത്ത് വന്ന് കാണിച്ചു തന്നതുപോലെ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഞാനെല്ലാം കുഴച്ച് വെച്ചു. വന്ന് കിടക്കുമ്പോഴാണ് ഓർക്കുന്നത്, പരിശുദ്ധ അമ്മയാണല്ലോ ആ സ്വപ്നം എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ വീണ്ടും മയക്കത്തിലേക്കായപ്പോൾ അമ്മ വീണ്ടും എൻ്റെ അരികിലേക്ക് വരികയാണ്. എന്നോട് പറഞ്ഞു, അത് ദോശക്കല്ല് ചുട്ട് കഴിയുമ്പോൾ തേങ്ങ കൊണ്ട് ചമ്മന്തി അരയ്ക്കണം, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നേരം വെളുത്ത് അതുപോലെ തന്നെ ഞാനത് ചെയ്തു, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഇഷ്ടമായി. ഞാൻ വളരെയേറെ പേരോട് അത് പങ്കുവെച്ചപ്പോൾ അവരൊക്കെ അത് ഉണ്ടാക്കിയിട്ട് നന്നായിരിക്കുന്നു, നല്ല രുചിയാണെന്നും ഷുഗറുകാർക്ക് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് വളരെയേറെ പേര് അത് ഉണ്ടാക്കുകയും ഭക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരു കാര്യം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതെല്ലാം. ഞാനൊരു ബേക്കറിയുടെ വാതൊക്കെ നിൽക്കുകയാണ്. ആ ബേക്കറിക്കാരൻ സീറ്റ്ന എന്ന് പറയുന്ന പലഹാരം കൊണ്ടുവന്ന് കണ്ണാടി പെട്ടിക്കകത്തേക്ക് അടുക്കി വെക്കുക. അന്ന് അതിൻ്റെ വില ഏതാണ്ട് 3 രൂപയുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വില ചോദിച്ചപ്പോൾ പറഞ്ഞു 3 രൂപയാണെന്ന് പറഞ്ഞു. വേണം ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നും പറഞ്ഞു. കാരണം 3 രൂപ എടുക്കാൻ കയ്യിലില്ല. ഞാൻ അവിടെ നിന്ന് ഏതോ വഴിക്കൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് ഒരു 6 മണിയോട് കൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ ഭാര്യ ചായ കൊണ്ട് തന്ന കൂടത്ത് ഒരു സീറ്റ്നായും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇതെവിടെ നിന്ന് കിട്ടി? ഇനിയും വേണോ? 15 എണ്ണമാണ് ഇരിക്കുന്നത്. ആര് കൊണ്ടുവന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരോ ഒരാൾ ഇവിടെ തിരക്കി വന്നതാണ്. ഇല്ലെന്ന് പറഞ്ഞപ്പം പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയി. നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം, നമ്മുടെ വിചാരങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ ഉപരിയായി അറിയുന്ന ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ആ കരം നീളുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. എളിമപ്പെടുന്ന ജീവിതങ്ങളിലേക്കാണ് ദൈവപിതാവിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്നത് എന്ന് അമ്മ ഇദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. അമ്മയുടെ പാഠങ്ങൾ അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് ആവശ്യങ്ങളിലും അമ്മ സമീപസ്ഥയാണ് എന്ന്
ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഭൗതിക മേഖലകളിലെ അമ്മയുടെ ശക്തമായ ഇടപെടലുകൾ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ഭവനത്തിലേക്ക് പോകണം. വണ്ടിക്കൂലി എടുക്കാൻ പൈസയില്ല. അവർ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ബൈബിൾ തുറന്ന് നോക്കുകയാണ്. ചുമ്മാ പോകാൻ നേരത്ത് മെസ്സേജ് എടുക്കുകയാണ്. മെസ്സേജിന് ബൈബിൾ തുറന്ന് മെസ്സേജ് എടുക്കാൻ വേണ്ടി ബൈബിൾ തുറക്കുമ്പോൾ ബൈബിളിനകത്തിരിക്കുന്നത് 50 രൂപ. അത് ആരുകൊണ്ട് വെച്ചെന്ന് എനിക്ക് ഓർമ്മ. ഞാൻ തന്നെ ഒരു പക്ഷേ വെച്ച് മറന്നുപോയതാണ്. പക്ഷെ ഒന്നെനിക്കറിയാം, ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകളാണ്. ഒരിക്കലും ശക്തമായ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ശക്തമായ വയറ്റിൽ അസ്വസ്ഥതയുണ്ടായി എനിക്ക്. അന്നൊരിക്കലും മരുന്ന് മേടിക്കാൻ പോയി പൈസയില്ല. പെട്ടെന്ന് പരിശുദ്ധ അമ്മ എന്നെ എഴുതി കാണിക്കുകയാണ് 2-3 കൂട്ടം മരുന്ന്. അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതരച്ച് ഉരുട്ടിയെടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ അസുഖം മാറി. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ നമ്മൾ എത്രമാത്രം എളിമപ്പെടുവാൻ തയ്യാറുണ്ടോ, അതാണ് നമ്മൾ എപ്പോഴും എന്നോട് പറയാറുള്ളത്. എളിമപ്പെടുക. എളിമപ്പെടാതെ ജീവിതത്തിലേക്ക് ദൈവിക സാന്നിധ്യം, എൻ്റെ പുത്രൻ്റെ അനുഗ്രഹം, ദൈവപിതാവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങുകയില്ല. നീ താഴുകുമെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് സമർത്ഥമായി അനുഗ്രഹങ്ങൾ ഒഴുകും. ഭാര്യ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ അടുക്കിലേക്കാണ് നമ്മൾ പോകാൻ ഇറങ്ങിയത്. അമ്മ നമ്മളെ പള്ളിയിൽ കൊണ്ടുവന്നെത്തിക്കും. നമുക്ക് ജപമാലയല്ല. ഇന്ന് പല പ്രാവശ്യം പരിശുദ്ധ അമ്മ പല പ്രാവശ്യം അടുക്കൽ സാന്നിധ്യമുണ്ട്, ഭയപ്പെടേണ്ട എന്ന് മെസ്സേജ് നൽകിയിരുന്നുവെന്ന്. ലോകത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ജീവിതം നികൃഷ്ടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അത് അതീവ ശ്രേഷ്ഠമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ തന്നെ പറയുകയാണ്, ഇതിൽ നിന്നൊന്നും പിന്തിരിയണമെന്ന് ഞാൻ തന്നെ പറഞ്ഞാലും നീ പിന്തിരിയരുത്. ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു അത്. ഞങ്ങളെ കൊണ്ട് ബോട്ടിൽ കൊണ്ട് ഇരുത്തിയതും ആ ശ്രാങ്കനെ പറഞ്ഞ് ഏൽപ്പിച്ചതും ഒക്കെ പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു. ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലെ ആഴ്ചയിൽ ഒന്നെങ്കിലും ഞാൻ ധ്യാനിക്കാത്ത ദിവസമില്ല. ഒരു സ്ത്രീ എൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താണ് വിഷമിച്ച് നിൽക്കുക, എന്താണ് കാര്യം, എന്നോട് പറഞ്ഞുകൊള്ളുക. ഒരിക്കലും അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകാം. 3 വർഷം അമ്മ അതിനു വേണ്ടി എന്നെ ഒരുക്കി. 3 വർഷം വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിരന്തരം എന്നെ അലട്ടിയിരുന്ന ഒരു ചിന്തയായിരുന്നു, എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ആകുലത. നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക.